എല്ലാം വളരെയധികം ഉയരത്തിലാണ്. ഇന്ന് ആരോഗ്യ മേഖലയിലേക്കും സാംസ്കാരിക മേഖലയിലേക്കും ഏത് മേഖലയെ എടുത്തു പരിശോധിക്കുകയാണെങ്കിലും നമുക്ക് കാണാം അവിടെ മനുഷ്യന്റെ ബുദ്ധിയുടെ വികസനത്തിന്റെ ഓരോ പടവുകൾ നമുക്ക് വ്യക്തമായി കാണാൻ സാധിക്കും. പണ്ട് കാലങ്ങളിലേക്ക് വെച്ച് നോക്കുകയാണെങ്കിൽ പണ്ട് കാലത്ത് മുതൽ ആളുകൾ തീ കണ്ടുപിടിച്ചു. അങ്ങനെ അവിടെ മുതൽ ബുദ്ധി വികസിച്ച് ഇന്ന് മനുഷ്യ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്ന മാരകമായ ഒരു യന്ത്രത്തിലേക്ക് നാം എത്തിയിരിക്കുകയാണ്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ ബുദ്ധി മൂലം നമുക്ക് ഇന്ന് പല കാര്യങ്ങളും ചെയ്യാൻ സാധിക്കും. ഇന്ന് മനുഷ്യന് അസാധ്യമായ പല കാര്യങ്ങളും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന് ചെയ്യാൻ കഴിയുന്നു എന്നതാണ് അതിന്റെ വലിയ സത്യം. എന്നാൽ നാം ഒന്ന് ശ്രദ്ധിച്ചു നോക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ബിൽ ഗേറ്റ്സ് പറഞ്ഞിട്ടുണ്ട്, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് നമ്മുടെ ഈ യുഗത്തിന് ഒരു നാശമായി ഭാവിക്കും. അതെ, പല സയൻസ് ഫിക്ഷൻ സിനിമകളിലും നാം കാണുന്നുണ്ട് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് മനുഷ്യനെ അടക്കി ഭരിക്കുന്നത്. ഇത് നമുക്ക് ഭാവിയിൽ തീർച്ചയായും ഇങ്ങനെ ഒരു സംഭവം നടന്നിരിക്കും എന്നാണ് ബിൽ ഗേറ്റ്സ് പറയുന്നത്. ഇത് തീർച്ചയായും സത്യമായ ഒരു സംഭവം തന്നെയാണ്. കാരണം ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് നമ്മെ അടക്കി ഭരിക്കുന്ന ഒരു കാലം വരും. ആ കാലത്തിനായി ഇനി നാം കാത്തിരിക്കുക മാത്രം ചെയ്താൽ മതി. ഇന്ന് ആരോഗ്യ മേഖലയിലാണെങ്കിലും മനുഷ്യ ബുദ്ധിക്ക് കഴിയാത്ത കാര്യങ്ങൾ പലതും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിനെ കൊണ്ട് ചെയ്യാൻ സാധിക്കുന്നു. നമുക്കറിയാം, അതുമൂലം മനുഷ്യ അലസരായി മാറിക്കൊണ്ടിരിക്കുകയാണ്. കുറച്ചു കാലങ്ങൾ കൂടി കഴിഞ്ഞു വരുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും യുദ്ധങ്ങൾ വരെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ കൈകളിലായിരിക്കും. ഇന്ന് പല മേഖലകളിലും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിനെ കുറിച്ച് വളരെ വലിയ കാഴ്ചപ്പാടാണ് എല്ലാവർക്കും ഉള്ളത്. എന്നാൽ നാം ഒന്ന് ശ്രദ്ധിച്ചു നോക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാകും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് നമ്മെ തന്നെ കൊല്ലുകയാണ് ചെയ്യുന്നത്. അതെ, നമ്മുടെ ബുദ്ധി വികസിക്കും തോറും നാം ഓരോ ആപത്തുകളിലേക്കാണ് ചെന്നുപെടുന്നത്. ഈ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് നമ്മെ ഒരു നാശത്തിലേക്കാണ് തള്ളിവിടുന്നത് എന്ന കാര്യം നാം ശ്രദ്ധിച്ചു നോക്കിയാൽ നമുക്ക് മനസ്സിലാകും. ഇന്ന് വളരെ ക്രിട്ടിക്കലും വളരെ ബുദ്ധിമുട്ടേറിയ പല ഓപ്പറേഷനുകളും ഇന്ന് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആണ് ചെയ്യുന്നത്. ദൂരെയുള്ള കാര്യങ്ങൾ പെട്ടെന്ന് പിടിച്ചെടുക്കാനും അവയെ നമ്മുടെ ബുദ്ധിയേക്കാൾ വേഗത്തിൽ ചലിപ്പിച്ച് നമുക്ക് കഴിയാത്ത പല കാര്യങ്ങളും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിനെ മൂലം നമുക്കിന്ന് ചെയ്യാൻ സാധിക്കുന്നു. അതെ, ഒരു തലത്തിൽ നോക്കുകയാണെങ്കിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഒരു ഗുണവും ദോഷവും എല്ലാം ഉള്ള ഒരു നല്ല സാധനമാണ്. എന്നാൽ മറുവശത്ത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന് വളരെയധികം ദൂഷ്യവശങ്ങളുമുണ്ട്. നമുക്കറിയാം, ഇന്ന് നമുക്ക് എന്ത് കാര്യങ്ങൾ വേണമെങ്കിലും നമ്മുടെ മൊബൈൽ ഫോണിൽ ലഭിക്കും. മൊബൈൽ ഫോൺ ഇന്ന് വളർന്ന് വലിയ തോതിൽ എത്തിയിരിക്കുന്നു. നമുക്ക് എപ്പോൾ വേണമെങ്കിലും എന്ത് വേണമെങ്കിലും നമുക്ക് മൊബൈൽ ഫോൺ വഴി നമുക്ക് ചെയ്യാൻ സാധിക്കും. 2000-ന്റെ ആദ്യഘട്ടത്തിൽ നമുക്ക് ഒരു സോഷ്യൽ മീഡിയയെ കുറിച്ച് ഒരു നിർവചനം ഒരു കുട്ടിയോട് ചോദിക്കുകയോ അല്ലെങ്കിൽ ഒരു മുതിർന്ന ആളോട് ചോദിക്കുകയോ ചെയ്യുകയായിരുന്നെങ്കിൽ അയാൾക്ക് നിഘണ്ടു പരിശോധിക്കേണ്ട ആവശ്യമുണ്ടായിരുന്നു. എന്നാൽ ഇന്ന് സോഷ്യൽ മീഡിയയെ കുറിച്ച് ഒരു നിർവചനം ചോദിച്ചാൽ ആളുകളും, അതായത് കുട്ടികൾ പോലും ഒരു സോഷ്യൽ മീഡിയകളിലെ ഒരു നിര തന്നെ നമുക്ക് കാണിച്ചു തരുന്നു. അത്രയ്ക്കും വളർന്നു വരികയാണ് നമ്മുടെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെയും നമ്മുടെ മനുഷ്യരുടെയും ബുദ്ധി. ഇങ്ങനെ പോയാൽ നമ്മുടെ ഈ ലോകത്തിന്റെ അവസ്ഥ എന്താകുമെന്ന് നാം വളരെയധികം അത്യാവശ്യമായി ചിന്തിക്കേണ്ട കാര്യമാണ്. അതേ പ്രിയമുള്ളവരെ, ഇന്നത്തെ നമ്മുടെ സമൂഹത്തെ വളരെയധികം ബാധിച്ചു കൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്. നമുക്കറിയാം, ഒരു ഇംഗ്ലീഷ് സയൻസ് ഫിക്ഷൻ സിനിമയിൽ ഇങ്ങനെ പറയുന്നു, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ കടന്നുവരവ് പോലും നമ്മുടെ ചന്ദ്രനെ അത് വളരെയധികം ബാധിച്ചിരിക്കുന്നു. നമ്മുടെ ഇന്ത്യ ഇന്ന് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ സഹായം പല മേഖലകളിലും ആവശ്യപ്പെടുന്നുണ്ട്. അതെ, ഇന്ന് യുദ്ധത്തിലാണെങ്കിലും മറ്റു മേഖലകളിലും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ പ്രാധാന്യം വളരെ വലുതാണ്. അതേ പ്രിയമുള്ളവരെ, എന്നാലും ഈ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിനെ കുറിച്ച് ഒരു അവബോധം നമ്മുടെ എല്ലാവരുടെയും ഉള്ളിൽ സൃഷ്ടിക്കുകയാണ് എന്റെ ഈ പ്രസംഗം വഴി ഞാൻ നിങ്ങളോട് പറയാൻ ഉദ്ദേശിക്കുന്നത്. അതേ പ്രിയമുള്ളവരെ, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിനെ നമുക്ക് നിർത്തേണ്ടവിടത്ത് നിർത്തണം, അല്ലെങ്കിൽ അവ നമ്മെ കയറി ഭരിക്കും എന്ന ആഹ്വാനം നിങ്ങൾക്ക് നൽകിക്കൊണ്ട് ഞാൻ എന്റെ എളിയ വാക്കുകൾ ഇവിടെ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം.